എല്ലാ മാച്ചന്മാർക്കും റോയൽ ഗെയിമിംഗ് മലയാളത്തിൻ്റെ പുതിയൊരു അടിപൊളി കിടക്കാതെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ടേണിപ്പ് ആപ്ലിക്കേഷൻ അറിയായിരിക്കും, മിക്കവർക്കും അറിയായിരിക്കും. നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ എന്ന് പല മിക്ക ഫേമസ് യൂട്യൂബേഴ്സ്, നമ്മുടെ മലയാളം സ്ട്രീമേഴ്സൊക്കെ കുറേ ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്തൊരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ആ ആപ്പിൽ കൂടെ എങ്ങനെയൊക്കെ അടിപൊളി കിടക്കാച്ച് പെർഫെക്റ്റ് ആയിട്ട് എല്ലാം എങ്ങനെയാണ് അതിലുള്ള സെറ്റിങ്സും എല്ലാം എന്തൊക്കെയാണ് ഇതിനുള്ള ഉപകാരം, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, എന്തൊക്കെ ഓഫാക്കിയിടണം എല്ലാം പെർഫെക്റ്റ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ആദ്യം നമുക്ക് ടേണിപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, വേറൊന്നുമില്ല. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അബൌട്ട് നെറ്റ് ഇത്തിരി സ്ലോ ആണ് കേട്ടോ. അബൌട്ട് 36 MB സൈസുള്ളവരാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡൗൺലോഡ് ആയപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് സംഭവം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേണിപ്പ് ആപ്ലിക്കേഷൻ. അപ്പോൾ ടേണിപ്പ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ കാണിക്കുന്നത് ഗെറ്റ് സ്റ്റാർട്ടഡ്, പിന്നെ ഈസി സ്റ്റാർട്ട് വിത്ത് സ്റ്റീംഡ് ഓവർലേ, സജസ്റ്റ് മോർ, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അതിൽ റൂംസ് ബേറ്റയാണ്. അതെന്താ സംഭവം എന്ന് പറയുന്നത്, നമുക്ക് പോകേണ്ടത് നമുക്ക് എങ്ങനെ സ്ട്രീം ചെയ്യാം. അപ്പോൾ സ്ട്രീം നൗ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ സ്ട്രീം സെറ്റപ്പ് ഒന്ന് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, ഗരീന, ഫ്രീ ഫയർ, അമംഗ് അസ്, ബോൾ, ഫോർട്ട്നൈറ്റ്, മോർ ഗെയിംസിലൊക്കെയാണ്. നിങ്ങൾക്ക് വേറെ ഗെയിംസൊക്കെ ഉണ്ടാവും. അതിലും മോർ വയ്ക്കുക, അടുത്ത വേറെ ഗെയിംസ് ഉണ്ടാവും. ഇവിടെ വേറെ ഗെയിംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊബൈലുള്ള ഗെയിംസ് ഇവിടെ മോറൊക്കെ കാണാൻ പറ്റും. ക്ലാസ് റൂം, ഡിസ്കോഡ്, അങ്ങനെ നമ്മുടെ മൊബൈലുള്ള ഗെയിംസ് ഇവിടെ വരും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കുന്ന ഞാൻ PUBGയും ഫ്രീ ഫയറും കളിക്കുന്ന ഒരാളാണ്. 2 ഗെയിമും കളിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി കൊടുക്കാം. 2 ഗെയിമും കളിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വാഡുണ്ട്, സോളോ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഇത് നമുക്ക് ഏതാ ലാംഗ്വേജ് എന്ന് നമുക്ക് കൊടുക്കാം, മലയാളം. നെക്സ്റ്റ് സ്ട്രീം സെറ്റപ്പ്, ഗെയിം നോട്ട് ഇൻസ്റ്റാൾഡ്, കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ഗെയിം ഇൻസ്റ്റാൾഡ് അല്ലേ അവർ പറയും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആദ്യം ടൈറ്റിൽ സെറ്റ് ചെയ്യാം. ടൈറ്റിൽ നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ടെസ്റ്റ്, പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി, ലൈവ് സ്ട്രീം, ടേണിപ്പ്, അതിൻ്റെ ടാക്കൊക്കെ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് തരും. ടേണിപ്പ്, ഹീറ്റ്, പ്ലേ സ്ക്വാഡ്, അതിൻ്റെ റിവ്യൂ, ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് തമ്പനിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. തമ്പനി നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അലോ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഗാലറി പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള തമ്പനിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ തമ്പനിയിലാണ് നമ്മുടെ ഡ്രാഗൺ ഗെയിമിംഗ് YT നമുക്ക് ചെയ്തുന്ന സാധനമാണ്, തമ്പനിയിലാണ്. അപ്പം മാക്സിമം എല്ലാവരും, ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അദ്ദേഹത്തിൻ്റെ ലിങ്ക്. മാക്സിമം എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. നല്ല വില കുറവിൽ 20 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും തമ്പനിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 20-30 റേഞ്ചിലെങ്ങാണ്ടാണ്. മാക്സിമം എല്ലാവരും ഒന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് തമ്പനിയിൽ വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞിട്ട് അടിപൊളി കിടക്കാച്ച് തമ്പനെയിൽസ് എന്താ പറയുക, നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ട്രീം സെറ്റിങ്സ് പോവാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്ട്രീം ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ പറയുക, 360 360 ഉണ്ട്, റെക്കമെൻഡഡ് ആണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 360 തന്നെ എന്താ പറയുക, നീഡ് 3 Mbps ആണ്. അപ്പോൾ ഞാൻ 720 ഓൾറെഡി സെറ്റ് ചെയ്യും. നമ്മുടെ നെറ്റിനനുസരിച്ച് അവർ ഓൾറെഡി സെറ്റ് ചെയ്യും. നമുക്ക് കൂട്ടാനും വരില്ല, കുറയ്ക്കാനും വരില്ല. നമുക്ക് നെറ്റിനനുസരിച്ച് നമ്മുടെ വൈഫ്, ഇപ്പം ഞാൻ മൊബൈൽ ഡാറ്റ ആണെങ്കിൽ അവർ ഓൾറെഡി 480 കാണിക്കും. പിന്നെ നമുക്ക് പ്രൈവറ്റിനാണോ ഇതാണോ, എനിക്കിപ്പോൾ ചാനൽ ആർക്കും കാണിക്കേണ്ട. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്ട്രീം ചെയ്യാനാണ് അപ്പോൾ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒന്ന് പ്രൈവറ്റ് ഓൺ ആക്കി ഇടുന്നുണ്ട്, കാരണം ആരും വ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ യൂട്യൂബിൽ പോവാം. യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് ഞാൻ ഒന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ യൂട്യൂബായിട്ട് ബ്ലർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായിട്ടല്ല പോകുന്നത്, എൻ്റെ സെക്കൻഡ് അക്കൗണ്ടായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ കാണിക്കുന്ന റസൽ ഫോമിൻ്റെ പേര് ഇട്ടിട്ട് നമുക്ക് 2 സമയം ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. ഇത് ഫേസ്ബുക്കും കൂടെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഒരേ സമയം പോകാൻ പറ്റും. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് നിൽക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സ്ട്രീം റിവ്യൂ പോകുമ്പോൾ അലോ അടിച്ചു കൊടുക്കുക, അലോടിച്ചിട്ട് പെവറാക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കോൾ ഓഫ് ഡ്യൂട്ടി ചെയ്ത് കാണിക്കും. ഇവിടെയൊക്കെ നമുക്ക് ഓവറിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മൈക്ക്, നമ്മുടെ ക്യാമറ, ഫേസ് ക്യാം, എൻ്റെ മുഖം വരൽ, അപ്പോൾ ക്യാമറ അതാണ്. നമുക്കിനി ഓവറിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ പോവുക, അപ്ലോഡ് കസ്റ്റം ഓവറിൽ നിൽക്കുക. എനിക്കിപ്പോൾ ഓവർലേ ആയിട്ട് ഒരെണ്ണമുള്ളൂ. അത് തന്നെ നമ്മുടെ GFX RGM ചെയ്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു
ഓവർലേ ബട്ട് നമ്മുടെ എന്താ പറയുക, ഞാൻ കാണിച്ചു തരാം ആ ഓവർലേ. ഞാൻ ഇവിടെ ഞാനൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ ബ്ലർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓവർലേ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീൻ കളയണം. ഗ്രീൻ സ്ക്രീൻ കളഞ്ഞാലേ സെറ്റ് ആവുള്ളൂ എന്ന് തോന്നുന്നു. ഗ്രീൻ സ്ക്രീൻ കളയാതെ നമുക്ക് ഇത്ര ഒരു പാട്ട് മതി. ഇത്ര ഒരു പാട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രീൻ സ്ക്രീൻ കളയണം. ഗ്രീൻ സ്ക്രീൻ കളയേണ്ട നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ ഉണ്ടാവും കേട്ടോ. ഗ്രീൻ സ്ക്രീൻ ഇല്ലാണ്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേണ്ട റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്താൽ സ്റ്റാർട്ടാവും. അതാണ് നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രയലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയാം. കിടുക്കാച്ച ഒരു ആപ്ലിക്കേഷനാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ ഇങ്ങനെ വരും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് 0 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ആണ്. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിത് ഈ പ്ലേ എന്ന് പറയുന്ന സാധനം നിൽക്കാം. നമുക്ക് എനേബിൾ ചെയ്യുക, നമ്മുടെ ഡു നോട്ട് ഡിസ്റ്റർബ് കോൾ വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ അതിനർത്ഥം ലൈവാണ്. നമ്മുടെ 𝐒𝐿𝐓𝐻 ഒരു യൂട്യൂബ് ചാനൽ 0 സബ്സ്ക്രൈബേഴ്സ് ലൈവാണ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നായിരുന്നു. എൻ്റെ 𝐒𝐿𝐓𝐻 എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു അക്കൗണ്ടാണ്. അതിലാണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ബിറ്റ് റേറ്റ് വേണം നിങ്ങൾക്ക് നെറ്റിനനുസരിച്ച് നമുക്ക് ബിറ്റ് റേറ്റ് സെറ്റ് ചെയ്യാം. മൈക്ക് ഓണാക്കാം, ഓഫാക്കാം. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് നിൽക്കുക. ഓക്കെ, സ്റ്റോപ്പായി. നമ്മുടെ ഇത്രയൊക്കെ വളരെ ഈസിയായ ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോമാണിത്. അത്യാവശ്യം ലെങ്ത്ത് ഇതിന് ഇത്ര ലെങ്ത്ത് ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത്ര ലെങ്ത്ത് ആവശ്യമില്ല ഈ വീഡിയോക്ക്. ബട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഗെയിം നമുക്ക് ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ തമ്മിലൊക്കെ സെറ്റ് ചെയ്യാം. പ്രീഫിൽ ലാസ്റ്റ് യൂസ്, നമ്മുടെ പ്രീഫിൽ ലാസ്റ്റ് യൂസ് നമ്മൾ എങ്ങനെ ലാസ്റ്റ് ചെയ്തത്, നമ്മുടെ ലാസ്റ്റ് എങ്ങനെ ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ലാസ്റ്റ് യൂസ്, നമ്മുടെ ലാസ്റ്റ് സ്ട്രീം ചെയ്തപ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതും വരും. പിന്നെ ഗൈഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഈസി ഏതൊരാൾക്കും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീമാണ്, ഒരു ആപ്ലിക്കേഷനാണ്. വിത്ത് 0 സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. 0 സബ്സ്ക്രൈബേഴ്സ്, 0 വീഡിയോസ്, ന്യൂ ബിഗിനർ യൂട്യൂബറിന് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫേവറാകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കും. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടൊരു ഇതായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡ്രാഗൺ ഗെയിമിംഗ് വൈറ്റിൻ്റെ GFX ആണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനർ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് ഫോളോ ചെയ്യുക, വിളിക്കുക, നമ്മുടെ RGMൻ്റെ പേര് കാണിക്കുക. പിന്നെ നമ്മുടെ പുതിയൊരു ക്ലാനിലേക്ക് കയറിയായിരുന്നു, TRG ക്ലാൻ എന്ന് പറഞ്ഞിട്ട്, TRG സ്പോർട്സ്. അവരുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പോയി അവിടെയും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. RGMൻ്റെ പേര് കാണിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ബൈ ഫ്രം സൈനോട്ടിക് ഫ്രം റോലിക്ക് മലയാളം RGM. ടാറ്റാ. This night is cold in the kingdom. I can feel you fade away. From the kitchen to the bathroom sinking. Your steps keep me awake. Don't cut me